തെരഞ്ഞെടുപ്പ് വന്നു, അടിയും തുടങ്ങി, പ്രതിസന്ധികളും ആരംഭിച്ചു. എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടികളിലും ആഭ്യന്തര കലാപത്തിലാണ് നിൽക്കുന്ന പാർട്ടികളും മുന്നണികളും തമ്മിലൊക്കെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ട് പ്രശ്നങ്ങളിലാണ് മുന്നണി ഇപ്പം നിൽക്കുന്നത്. ഒന്ന്, ശബരിമല വിഷയം LDFിൻ്റെ വാട്ടർലൂ ആകുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. വാട്ടർലൂ ആകുമോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ശബരിമല വലിയ തോതിലാണ് ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ മാനം മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു വലിയ പ്രശ്നം, CPI CPM ബന്ധത്തിൽ വലിയ വിള്ളൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതിയിൽ CPIയുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അവരെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ അവരിങ്ങനെ തെരുവിലും പിന്നെ പത്രക്കാരുടെ കൂടെയും ബൈറ്റ് കൊടുത്ത് നടന്നതല്ലാതെ അവരെ വിളിച്ചിരുത്തി ഇതെന്താണെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ, അവരോട് കാര്യങ്ങൾ പറയാതെ, അവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കാതെ, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു യോഗം ഒന്ന് ചേർന്ന് അവിടെ ഇതൊന്ന് ചർച്ച ചെയ്തു എന്ന് വരുത്തി, അണ്ടിപ്പരിപ്പും ചായയും ബിസ്ക്കറ്റും എല്ലാം കഴിച്ച് ഇതവിടെയൊക്കെ ഒന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു എന്നൊന്ന് വരുത്തി തീർത്തിട്ടെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ CPIക്ക് ഈ സങ്കടം വരില്ലായിരുന്നു. CPIയെ തീർത്തും അവഗണിച്ചുകൊണ്ട് രാവിലെ അവർ പറയുന്നത് പറ്റില്ല എന്ന് രാത്രിയാകുമ്പോൾ ഒപ്പിടുന്നു. അതിന് അവരുടെ അവരുടെ പ്രതിരോധത്തെയും അവരുടെ എതിർപ്പിനെയും എല്ലാം അവഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിടുന്നു. വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിടണമെങ്കിൽ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അറിയും. മുഖ്യമന്ത്രി അറിഞ്ഞെങ്കിൽ ഗോവിന്ദൻ അറിയും. ഇങ്ങനെ ഒരു ശൃംഖല. ഇതിനിടയിൽ MA ബേബിയായിട്ട് സംസാരിച്ചിരിക്കും. MA ബേബി പക്ഷേ രാവിലെ പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. എന്തായാലും വലിയ ആഭ്യന്തര കലാപത്തിലാണ് ഇടതുപക്ഷ മുന്നണി പോകുന്നത്. ഇനി കോൺഗ്രസ് എടുത്താലും സ്ഥിതി മെച്ചമല്ല. അവിടെ KC വേണുഗോപാൽ താഴേക്ക് വരുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് അലർട്ട് പ്രശ്നങ്ങളുണ്ട്. VD സതീശൻ റെഡ് അലർട്ട് പറഞ്ഞു. അത് മഴയെ ഉദ്ദേശിച്ചാണോ അതോ അന്തരീക്ഷത്തെ ഉദ്ദേശിച്ചാണോ പാർട്ടി ഉദ്ദേശിച്ചാണോ എന്തിനാണ് അദ്ദേഹം റെഡ് അലർട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്ന് ഇപ്പോഴും ചർച്ച വിവാദം തീർന്നിട്ടില്ല. അപ്പോൾ VD സതീശനാണോ ഇനിയിപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDFനെ നയിക്കുന്നത്? അതോ രമേശ് ചെന്നിത്തലയാണോ? പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കാൻ അദ്ദേഹത്തിൻ്റെ മാതാവ് നിര്യാതയായി. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും അദ്ദേഹം കുറച്ച് സമയമെടുക്കും. കാരണം സ്വന്തം മാതാവാണല്ലോ മരിച്ചുപോയത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് സമയമെടുക്കും. വലിയ വൈകാരികമായി ബന്ധം ഉണ്ടായിരുന്നതാണ് അമ്മയുമായിട്ടൊക്കെ. വളരെ വലിയ ബന്ധം, അച്ഛനേക്കാൾ കൂടുതൽ അമ്മയുമായിട്ട് വളരെ അതിവൈകാരിക ബന്ധം ഉണ്ടായിരുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സമയമെടുക്കും അദ്ദേഹം ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാൻ. അപ്പോൾ അദ്ദേഹമുണ്ട്, VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇതിനിടയിലാണ് ഈ സെക്രട്ടറിമാരെ വച്ചില്ല എന്നുള്ള KPCCയുടെ സംഘർഷം. സെക്രട്ടറിമാരെ ഉടനെ വയ്ക്കണം. കാരണം ജനറൽ സെക്രട്ടറിമാരെ വൈസ് പ്രസിഡന്റുമാരെ വെച്ചപ്പോൾ സെക്രട്ടറിമാർ ആരെന്നറിയാൻ വലിയ കൗതുകമുണ്ട്. DCC പ്രസിഡന്റുമാരുടെ പ്രശ്നമുണ്ട്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് എൻ ശക്തൻ ഡെപ്യൂട്ടി സ്പീക്കർ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ രാജിവെച്ചു. അപ്പോൾ അവിടെ ഇതിൻ്റെ പകരാളെ കണ്ടുപിടിക്കണം. അപ്പോൾ കോൺഗ്രസിനകത്തും സംഘടനാപരമായി വലിയ പ്രതിസന്ധിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലീഗിനെ എടുത്തു കഴിഞ്ഞാൽ ലീഗിൽ 3 പ്രാവശ്യം മത്സരിച്ചവർ മത്സരിക്കണ്ട എന്നുള്ള തീരുമാനം വന്നു. പക്ഷേ ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ തീരുമാനം വരുന്നു. കേരള കോൺഗ്രസിലാണെങ്കിൽ വലിയ ആശയക്കുഴപ്പമാണ്. UDFനോടൊപ്പം പോകണമോ വേണ്ടയോ? അണികളെ സംബന്ധിച്ചിടത്തോളം UDFനോട് പോകണം. ഒരു മധ്യനിര നേതാക്കളെ സംബന്ധിച്ചുള്ള UDF ആണ് അവർക്ക് ഇഷ്ടം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പുമില്ലാതെ, സ്ഥാനാർത്ഥി ചർച്ചയില്ലാതെ, അല്ലെങ്കിൽ സീറ്റുകളുടെ ഒരു ചർച്ചയില്ലാതെ, കൃത്യമായ ബാർഗൈനിങ് ചെയ്യാതെ, പാലാ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കാതെ, കടുത്തുരുത്തി കിട്ടുമെന്ന് ഉറപ്പാക്കാതെ, ഈ കാര്യങ്ങളൊന്നും കിട്ടാതെ അറ്റ്ലീസ്റ്റ് പാലയെങ്കിലും തൻ്റെ തട്ടകമായ മാണിസാറിൻ്റെ തട്ടകമായിരുന്ന പാലയെങ്കിലും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകും എന്നുള്ള നിലയിൽ ജോസ് കെ മാണി നിൽക്കുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളിലും വലിയ ആഭ്യന്തരമായ ചർച്ചകളും സംഘർഷങ്ങളുമാണ്. കൊല്ലം സീറ്റ് ചോദിച്ചുകൊണ്ട് RSP ഒരു കലാപത്തിനൊരുങ്ങുന്നു. ചവറയേക്കാൾ ഞങ്ങൾക്ക് കൊല്ലം സീറ്റ് മതി. പണ്ട് ഞങ്ങളുടെ ശ്രീകണ്ഠൻ നായർ അതുപോലുള്ള ആളുകളൊക്കെ കൊല്ലത്തുനിന്ന് ജയിച്ചിട്ടുള്ളതാണ്. TK ദിവാരനും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ട് കൊല്ലം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ കടവൂർ ശിവദാസൻ, RSP തന്നെ ഉണ്ടായിരുന്ന കടവൂർ ശിവദാസൻ കോൺഗ്രസിൽ പോയിട്ടാണ് അവിടുത്തെ സീറ്റ് കൊണ്ട് കോൺഗ്രസിന് കൊടുക്കുന്നത്. അന്ന് മുതലാണ് കൊല്ലം സീറ്റ് RSPക്ക് കൈവിട്ടു പോവുകയും പിന്നെ കോൺഗ്രസിന് ശേഷം പിന്നെ CPM ഒക്കെ ആ സീറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊല്ലം സീറ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള നിലയിൽ RSPയും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പാർട്ടി എടുത്താലും, ഭരണപക്ഷത്തെ പ്രതിപക്ഷത്തെ ഏത് പാർട്ടി എടുത്ത് CMP പോലുള്ള കുഞ്ഞു പാർട്ടികൾ മാത്രമാണ്, ചെറിയ പാർട്ടികൾ മാത്രമാണ് വലിയ കലാപമില്ലാതെ പോകുന്നത്. അത് പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചെറിയ തർക്കമൊക്കെ നടക്കുമെന്നുള്ളതല്ലാതെ ഒരു വലിയ സ്റ്റേറ്റ് തലത്തിലുള്ള കലാപമില്ല. അതേസമയം പ്രധാന പാർട്ടികളിലെല്ലാം മുന്നണികളിലും ഇപ്പുറത്തെ BJP എടുത്തു കഴിഞ്ഞാൽ അവിടെയും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആരാണ് നയിക്കേണ്ടത് സംബന്ധിച്ചും രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നെ പ്രസിഡന്റ്ഷിപ്പിനെ ഇതുവരെയും സമ്പൂർണ്ണമായി BJP അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി ശരിയല്ല, പണച്ചെലവ് കൂടുന്നു, അദ്ദേഹം സോഷ്യൽ മീഡിയ മാനാണ്, ടെക്നോക്രാറ്റാണ്, സാധാരണ പ്രവർത്തകർക്ക് വലിയ സമ്മർദ്ദം കൊടുക്കുന്നു,
ഒരു കോർപ്പറേറ്റ് മുതലാളിയെ പോലെ ഇരുന്നിട്ട് ഓർഡർ ഇടുന്നു, അത്രയും സ്പീഡിന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പരിചയം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് പ്രവർത്തകരുടെ ഇടയിൽ വലിയ അമർഷം വരുന്നു. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രസകരമാണ് കാര്യങ്ങൾ, വളരെ വളരെ രസകരമാണ് കാര്യങ്ങൾ. എന്തായാലും ഓരോ പാർട്ടിയിലെടുത്താലും, മുന്നണി എടുത്താലും, 3 മുന്നണിയിലും, അത് NDA മുന്നണി എടുത്താലും, LDF എടുത്താലും, UDF എടുത്താലും, 3 മുന്നണിയിലും വലിയ സംഘർഷമാണ്. പാർട്ടികൾ തമ്മിൽ സംഘർഷമാണ്, പാർട്ടിക്കകത്തും വലിയ സംഘർഷം. ഇപ്പോൾ CPI സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രശ്നമാണ്, ഇരട്ട ദൗത്യമാണ് അവർക്ക് കിടക്കുന്നത്. ഒരു വശത്ത് CPIക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം കടയ്ക്കൽ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ 800 പേരിനും 1000-നും ഇടയ്ക്ക് ആളുകളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളാണ് അവിടെ നിന്നും പാർട്ടി വിട്ടുപോയത്. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ 10-100 പേര് വിട്ടുപോയി, കുണ്ടറയിൽ വിട്ടുപോയി, കൊല്ലത്ത് വിട്ടുപോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ, തൃശ്ശൂരിൽ വിട്ടുപോയി. പല സ്ഥലങ്ങളിലും വ്യാപകമായ രീതിയിലാണ് CPIയിൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുക. ഇപ്പോൾ കടയ്ക്കൽ പോയവരൊന്നും എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, അവർ സ്വതന്ത്രമായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുമോ, അതിപ്പോൾ നേരത്തെ RMP ഒക്കെ ഉണ്ടായതുപോലെ പുതിയ പാർട്ടി ഉണ്ടാക്കുമോ, അതോ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ, BJP ചേരുമോ, കോൺഗ്രസ് ചേരുമോ, അതോ CPMൽ ചേരുമോ, ഇങ്ങനെയുള്ള വളരെ വലിയ തോതിലാണ് CPIക്കകത്ത് ആഭ്യന്തര കലാപം നടക്കുന്നത്. K. ഇസ്മയിലുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, C. ദിവാകരൻ്റെ പ്രശ്നങ്ങൾ, പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. CPM എടുത്തു കഴിഞ്ഞാൽ സുധാകരനുമായി G. സുധാകരനുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഉയർത്തിവിടുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെ വളരെ സംഘർഷാത്മകമായ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്നുമില്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയമായ കലുഷിതമായ രാഷ്ട്രീയ രംഗമാണ്. ഓരോ പാർട്ടി എടുത്താലും, ഓരോ പ്രദേശമെടുത്താലും, ഓരോ ഗ്രൂപ്പ് എടുത്താലും, ഓരോ മുന്നണി എടുത്താലും, ഏതെടുത്താലും വലിയ സംഘർഷമാണ്. ആത്മസംഘർഷം നടക്കുന്നു, പാർട്ടിക്കകത്ത് സംഘർഷം നടക്കുന്നു, നേതാക്കൾക്കിടയിൽ സംഘർഷം നടക്കുന്നു, പാർട്ടികൾ തമ്മിൽ സംഘർഷം നടക്കുന്നു, അതുപോലെ മുന്നണി ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് ഏത് മുന്നണിക്ക് വോട്ട് കൊടുക്കണം, ആരാണ് കൂടുതൽ കറക്റ്റ് എന്നറിയില്ല. അതിനിടയിൽ വിവാദമായ പ്രസ്താവനകൾ, കേരളത്തിൽ തന്നെ കൂടുതൽ കള്ളും ബ്രാൻഡിയും ചാരായും എല്ലാം ഉൽപ്പാദിപ്പിക്കണം, എല്ലാ ഐറ്റവും കേരളത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, സ്പിരിറ്റ് എന്നൊക്കെ ഉള്ള നിലയിൽ MP രാജേഷ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാലക്കാടുള്ളൊരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് രാജേഷ് വന്നിരിക്കുന്നുള്ള പൊളിറ്റിക്കൽ വാദമൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഗുരുതരമായ ഗൗരവതരമായ രാഷ്ട്രീയമായ ഇടപെടലുകളും ചേരിമാറ്റവും പരസ്പരം കൂറുമാറ്റം. ഇതിനിടയിലാണ് പല പല നേതാക്കളും, ലീഗിൻ്റെ നേതാക്കളുടെ മക്കൾ, സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് BJP ചേരുന്നു, കുറച്ച് പേര് കോൺഗ്രസ്സിൽ ചേരുന്നു, വേറെ കുറച്ച് പേര് CPM നിന്ന് BJP ചേരുന്നു, BJP നിന്ന് CPMൽ ചേരുന്നു. അങ്ങനെ ഏത് പാർട്ടിയിൽ നിന്ന് എവിടത്തേക്കും ആൾ പോകുന്നതിനും ഒരു നിയന്ത്രണമില്ല. രാവിലെ ഒരു പാർട്ടി, ഉച്ചയ്ക്ക് ഒരു പാർട്ടി, വൈകുന്നേരം ഒരു പാർട്ടി, കിടന്നുറങ്ങുമ്പോൾ ഒരു പാർട്ടി, രാവിലെ വേറൊരു പാർട്ടി, അങ്ങനെ പാർട്ടികളിലേക്ക് ഇങ്ങനെ ആയാറാം കയ്യാറാം നടത്തുന്നതിലും കേരളത്തിൽ പുതിയ പുതുമയില്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ മുന്നണികൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നം വരുന്നു, മുന്നണിക്കകത്ത് പാർട്ടികൾ തമ്മിൽ പ്രശ്നം വരുന്നു, അതിലുപരിയായിട്ട് പാർട്ടികൾക്കകത്ത് പ്രശ്നങ്ങൾ വരുന്നു. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഈ പറഞ്ഞ പാർട്ടിയുടെ കൂറുമാറ്റം. ഓരോരുത്തരും പെട്ടെന്ന് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പലതും നടക്കും. ഇനി കൊച്ചു സംഘടനകളുണ്ട്, കൊച്ചു പാർട്ടികളുണ്ട്, ജാതി സംഘടനകളുണ്ട്. അത് ഇവരെല്ലാം തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ പല മുന്നണികളിലും കയറി നിൽക്കും. എന്തായാലും പുകയാണ് അടുത്ത 1-2 മാസക്കാലം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയാണ്. വീട്ടിൽ കല്യാണം വരുമ്പോൾ മക്കളും ചെറുമക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി കിടന്ന് ബഹളം കാണിക്കുമെന്ന് പറഞ്ഞതുപോലെ വീട്ടിൽ ആഘോഷം വരുമ്പോൾ അങ്ങനെ ചെയ്യും, തമ്മിലടിക്കും. ഉള്ള ആഹാരം ബിരിയാണിയോ ചോറോ വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പായസം വെച്ചാൽ, അത് എല്ലാവരും കൂടെ അടിച്ച് കഴിക്കുന്നതിന് പകരം, അടിച്ചു പൊളിച്ച് കഴിക്കുന്നതിന് പകരം അതിനെ അടികൂടി ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതുപോലെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാറ്റിനകത്തും ആഭ്യന്തരവും ബാഹ്യവുമായ സംഘർഷത്തിലാണ്.